വീട് പണി നടക്കുന്ന സമയത്ത് അതിലേക്കുള്ള ഫണ്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോഴാണ് മകളുടെ വിവാഹം നിശ്ചയിക്കുന്ന ഒരു ഘട്ടം വന്നു. ആ കല്യാണം മുടങ്ങിപ്പോയി. അപ്പൊ അതേപോലെ തന്നെ ഈ വീട് പണി ഞാൻ നാട്ടുകാരുടെ അതിൽ കടത്തില്ല. പൈസ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും വരും. ഞാൻ ഇവിടെ ഇങ്ങനെ കയറുന്നതേങ്ങോട്ട് ശ്വാസം മുത്തിക്കൊണ്ടാണ്. ഇവര് മുണ്ടേനല്ല കോണമില്ല. ദിവസം നിങ്ങൾ എവിടെ നിന്നാണ് ഈ വരേണ്ടത്? ഒന്നുമില്ല. എല്ലാ പറച്ചിലാണ്ടും ഉണ്ട്. വെറുതെ മുണ്ടാട്ടം തന്നെ ഇല്ല. സമരം ചെയ്യുന്നവരൊരു കുറ്റക്കാരമാരിയാണ് ഇപ്പോൾ അവർ. നിങ്ങളോട് ആലോചിച്ചപ്പോൾ പുറമേയുള്ള ആളുകളോട് പറയുമ്പോൾ MLA-നോട് പോയി പറഞ്ഞപ്പോൾ MLA വരെ പറഞ്ഞ് ആരങ്ങനത്തെ ബാങ്കിലൊക്കെ നിങ്ങളോട് നിക്ഷേപിക്കാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടുത്തെ MLA ഉണ്ടായിരുന്ന ആള് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. ജനങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ്. എങ്ങനെ 1.5 കൊല്ലായി ഇത് ഇവിടെ കട്ട് നിന്നിട്ട് ഇത് നികത്തിയിട്ടില്ല. വേറൊരു വഴിയും കിട്ടാനില്ല. അപ്പൊ ഇത് കൈയിട്ട് വാരി വെക്കുക. പ്രസിഡന്റാണ് ഇതിന്റെ മുഖ്യാണി. 5000 കൊടുത്തില്ല അവൻ വാങ്ങിക്കുന്ന 50,000 എഴുതി മാറ്റിക്കണത്. എന്തു ആവാന്നുള്ള കഴുത്തും കത്തി അവരെടുത്തല്ലേ. അവർക്ക് എന്തു ആയിക്കൂടെ? ഇത് മാന്യത ഇതൊക്കെ എന്താ അന്തസ്സാണ്. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. 1.5 വർഷമായിട്ടും നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കാൻ നടപടികളൊന്നും സ്വീകരിക്കാതെ സാധാരണക്കാരായ നിക്ഷേപകരെ വഞ്ചിക്കുന്ന ബാങ്ക് ഡയറക്ടർ ബോർഡിന്റെ നിരുത്തരവാദിത്തപരമായ നിലപാടിലും നിഷ്ക്രിയത്വത്തിലും പ്രതിഷേധിച്ച് നിക്ഷേപകർ തെന്നല സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ ധർണാ സമരം നടത്തി. പ്രതികൂല കാലാവസ്ഥയിലും സ്ത്രീകളടക്കമുള്ള 100 കണക്കിന് നിക്ഷേപകർ പങ്കെടുത്തു. നിക്ഷേപകരുടെ പണം ഉടൻ തിരിച്ചു നൽകുക. തെന്നല ബാങ്കിലെ നിക്ഷേപകരുടെ പണം ഉടൻ തിരിച്ചു നൽകുക. ബാങ്കിലെ പണം കൊള്ളയടിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. നിക്ഷേപക കൂട്ടായ്മ സിന്ദാബാദ്. നിക്ഷേപക കൂട്ടായ്മ സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. ഭരണസമിതി നീതി പാലിക്കുക. ഭരണസമിതി നീതി പാലിക്കുക. ഭരണസമിതി നീതി പാലിക്കുക. ഭരണസമിതി നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക. ഭരണസമിതി നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക. ബാങ്ക് കൊള്ള ചെയ്തവരെ അറസ്റ്റ് ചെയ്യുക. ബാങ്ക് കൊള്ള ചെയ്തവരെ അറസ്റ്റ് ചെയ്യുക. നിക്ഷേപക കൂട്ടായ്മ സിന്ദാബാദ്. സമരപരിപാടി നിക്ഷേപക സമിതി ചെയർമാൻ MP ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. നഷ്ടത്തിലായ ബാങ്കിൽ ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകി പലരിൽ നിന്നും പണം വാങ്ങി വഞ്ചിച്ചതിനെതിരെ പോലീസിൽ ചിലർ പരാതി നൽകിയിട്ടുണ്ടെന്നും കൂടാതെ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്റെ പേരിൽ ബാങ്കിൽ നിന്നും ഡയറക്ടർമാരും ജീവനക്കാരും ചേർന്ന് വ്യാജ ലോൺ എടുത്തതായും പോലീസിൽ നൽകിയ പരാതികളിൽ പ്രതിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഉദ്ഘാടകൻ അധികാരികളോട് അഭ്യർത്ഥിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്. അവരെ വിളിച്ചാൽ നമുക്ക് പരിഹാരം കിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റ് ചിലര് അഭിപ്രായപ്പെടുന്നത് നമ്മൾ സമരം ശക്തമാക്കണമെന്നാണ്. തീർച്ചയായും സമരം ശക്തമാക്കണം. നമ്മൾ ഇന്നുവരെ നടത്തിക്കൊണ്ടിരുന്ന സമരങ്ങളൊക്കെ ഗാന്ധിയൻ മോഡൽ സമരമായിരുന്നു. അറിയാലോ, നമ്മൾ സമാധാനപരമായി ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അധികാരികളെ മുൻകൂട്ടി വിവരമറിയിച്ചുകൊണ്ട്, പോലീസിനെ മുൻകൂട്ടി വിവരമറിയിച്ചുകൊണ്ട് വളരെ സമാധാനപരമായി ജനാധിപത്യപരമായി ഭരണഘടനാനുസൃതം തന്നെ പറയാം നമ്മളുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സമര ശൈലിയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. അതിനപ്പുറം പോകാൻ ഒരു കമ്മിറ്റി എന്നുള്ള രീതിയിൽ നമുക്കാർക്കും കഴിയില്ല. ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളതേ കഴിയുള്ളൂ നമുക്ക്. പക്ഷേ അതുകൊണ്ട് പരിഹാരമൊന്നുമില്ലല്ലോ. ഈ പണം മോഷ്ടിച്ച വ്യക്തികൾ ഈ നാട്ടിൽ സ്വതന്ത്രമായി നടക്കുന്നു.
അവരിപ്പോഴും ഈ ബാങ്കിനെ നിയന്ത്രിക്കുന്നു. അവരിപ്പോഴും ഈ ബാങ്കിൻ്റെ പണം പല രീതിയിൽ ഇപ്പോഴും കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ടും മറ്റുള്ള രീതിയിലുമൊക്കെ സെറ്റിൽമെൻറ്റ് നടത്തിക്കൊണ്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സാമട്ടിൽ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പലരും സംശയിക്കുന്നുണ്ട്. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. പ്രായാധിക്യവും രോഗങ്ങളും മൂലം കഷ്ടപ്പെടുന്നവരാണ് ഭൂരിപക്ഷം നിക്ഷേപകരും. ഒരു വീട് വിറ്റ പൈസയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടത്. ഇപ്പം വീടില്ല, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. ഗുരുവായൂരാണ് താമസിക്കുന്നത്. മാസം 6000 രൂപ കൊടുക്കണം. അപ്പോൾ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമാണ്. അതൊക്കെ പൈസ ഇല്ല, ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അവർ എഴുതി തന്നു ഒറ്റൊക്കെ അങ്ങനെ പൈസ തരാനില്ല എന്ന് പറഞ്ഞിട്ട് ഈ വയസ്സ് ഇപ്പോൾ എനിക്കിങ്ങനെ നടക്കാൻ വയ്യാന്നാ. കാലിന് പൊട്ടായിട്ട് കാലിന് കമ്പിയാണ്, വടിത്തി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ എന്ത് എവിടെ പോവാനാ? മക്കളെ ഭർത്താവ് ആരുമില്ല. ഭർത്താവത്ത ഒന്നുമില്ല, ഒന്നും ഉണ്ടൂല. 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. 2-3 കൊല്ലമായി ഞാൻ ഇവിടെ ഇട്ടിട്ട് ഒരിടത്ത് ഒരു അസേവില്ല. ഞാൻ വരും 2 ആഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ല. അതിനോട് ഈ റോഡ് ഇങ്ങനെ ആയപ്പോൾ വെള്ളം അടിച്ച് പോരാൻ പറ്റില്ല. വണ്ടി കുറിച്ച് പോരണമെങ്കിൽ എപ്പോഴും വരാൻ പൈസൻ്റെ അതല്ല നമുക്ക്. എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും വരും. ഞാൻ ഇവിടെ ഇങ്ങനെ കയറുന്നതാണ് ഇങ്ങോട്ട് ശ്വാസം മുത്തിക്കൊണ്ടാണ്. ഇവര് മുണ്ടേനല്ല, കോണമില്ല. ദിവസം നിങ്ങൾ എവിടെ നിന്നാണ് ഈ വരേണ്ടത്? ഒന്നുമില്ല. എല്ലാ പറസിലാണ്ടും ഉണ്ട്. വെറുതെ മുണ്ടാട്ടം തന്നെ ഇല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ റിട്ടയർഡായിട്ട് കിട്ടിയ പൈസ അതേപോലെ ഇതിലിട്ടാണ്. പിന്നെ മകളെ വിവാഹമൊക്കെ സമയത്ത് ബാക്കി വന്ന കുറച്ച് 10-12 ലക്ഷം പൈസ ഇവിടെ ഇട്ടാൽ പിന്നെ എൻ്റെ അച്ഛനുള്ള കാലത്ത് തന്നെ ഈ ബാങ്കുമായിട്ടല്ല ബന്ധമായിരുന്നു. 10-100 വർഷം പഴക്കമുള്ള ഒരു ബാങ്കാണല്ലോ. അപ്പോൾ അച്ഛൻ ഇവിടെ വില്ലേജ് ഓഫീസറായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കാലത്ത് അച്ഛൻ റിട്ടയർഡ് ആയിട്ടുള്ള പൈസയും ഈ ബാങ്കിലാണ് ഇട്ടിരുന്നത്. പിന്നെ ഞങ്ങളെ പരിചയത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും അതുപോലെ എൻ്റെ ചേച്ചീൻ്റെ മകളെ അവരെ ചേച്ചീൻ്റെ പൈസയും എല്ലാവരുടെ പൈസയും ഈ ബാങ്കിൽ തന്നെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ബാങ്ക് പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ അവർ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, ബാങ്കിന് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ മടക്കി വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പം അങ്ങനെ അവിടെ നമ്മൾ പഴയ പരിചയത്തിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ തന്നെ ഇട്ടു വിശ്വാസത്തിൻ്റെ പേരിൽ. അവസാനം വന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല. ഞങ്ങൾക്ക് പലിശയില്ല, പണവുമില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ സമരം ചെയ്യുന്നവരൊരു കുറ്റക്കാരന്മാരിയാണ് ഇപ്പോൾ. അവർ നിങ്ങളോട് ആലോചിച്ചപ്പോൾ പുറമേയുള്ള ആളുകളോട് പറയുമ്പോൾ MLA-നോട് പോയി പറഞ്ഞപ്പോൾ MLA വരെ പറഞ്ഞ് ആരങ്ങനത്തെ ബാങ്കിലൊക്കെ നിങ്ങളോട് നിക്ഷേപിക്കാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടുത്തെ MLA ഉണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ആരുമില്ല. ഇപ്പോൾ ഈ ഭരണസമിതി ആരും ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ ഇതുവരെ എടുക്കുന്നില്ല. നമ്മൾ പല പോലീസ് സ്റ്റേഷനിലൊക്കെ എല്ലാവരും കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പിന്നെ എല്ലാവർക്കും ഇവിടെ കംപ്ലൈൻറ്റുകൾ സമരസമിതി എല്ലാം സജീവമായിട്ട് എല്ലാ പ്രവർത്തനവും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും ഇതുവരെ ഒരു വേണ്ടത്ര ചലനം ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ വളരെ സങ്കടത്തിലാണ്. എന്താ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുക? ആരും മോശം രീതിയിൽ അവനാൻ അധ്വാനിച്ച് ജീവിതകാലം മുഴുവനും ഉണ്ടാക്കിയ പൈസ. എനിക്കിവിടെ ഒരു 6-7 ഉറുപ്പ്യൻ്റെ അടുത്തുണ്ട്. എനിക്കും ഭാര്യ രാജേശ്വരീൻ്റെ പേരിലൂടെ 7 ഉറുപ്പ്യ ഡിപ്പോസിറ്റ് ഉണ്ട്. മകൻ്റെ പേരിൽ ഒരു 10-17 ഉറുപ്പ്യ ഉണ്ട്. 17 ലക്ഷത്തോളം ഉണ്ട്. രഞ്ജിത്ത് ഇതുവരെ എന്നും കയറി ഇറങ്ങും എന്നല്ലാതെ ഒരു 10 പൈസ ഇട്ടിൻ്റെ 1.5 കൊല്ലത്തോളമായി ഇപ്പം കിട്ടിയിട്ട് പൈസ. എന്താ ചെയ്യുന്നത്? ജീവിക്കാൻ ഒരു ഇതില്ലാത്ത ഞാൻ സ്റ്റീൽ കമ്പനിയിലായിരുന്നു ജോലി. അത് കിട്ടിയ പൈസയാണ് ഇവിടെ കൊണ്ടിട്ട് പൂക്കിപ്പറമ്പ് ബാങ്കിൽ ഭാര്യേൻ്റെ പേരിലുണ്ട്, എൻ്റെ പേരിൽ കോഴിച്ചന ബാങ്കിലുണ്ട്. പോയി ഇറങ്ങിയിട്ട് ഒരു രക്ഷയും കിട്ടുന്നില്ല. ഓരോ മാസം കിട്ടിയിട്ട് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയിരുന്നു. ഇപ്പം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കൂടി അറിയാത്ത രൂപത്തിലായിരിക്കും. എനിക്കൊരു കച്ചവടം ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ RD ഏജൻറ്റ് അങ്ങനെ പറഞ്ഞിട്ട് പൈസ ഇട്ടതാണ് അവിടെ. അപ്പോൾ മാസം കൊല്ലം കിട്ടും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ വന്നപ്പോഴാണ് ഇപ്പോൾ അവിടെ പൈസ ഇല്ലയെന്ന് അറിയണത്, 2023. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു ഫണ്ട് വന്നാൽ തരും എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ കച്ചവടം നടത്തി കിട്ടിയ പൈസ ഇങ്ങനെ ചെറിയൊരു എമൗണ്ടായിട്ട് ഇടുന്ന പൈസയാണ്. അങ്ങനെ ഇട്ടതാണ് അവിടെ. ഇപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാറിനെ കണ്ടു, സമദാനി സാറിനെ കണ്ടു, പാണക്കാട് തങ്ങളെ കണ്ടുപോയിട്ട്, പിന്നെ മജീദ് സാറിനെ പോയി കണ്ടു. ഇവരൊക്കെ പറയുമ്പോൾ വെച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ കിട്ടും അറിയും. പക്ഷെ ഞങ്ങൾ ഇവരൊക്കെ പോയി കണ്ടതാണ്. ഞങ്ങൾ കച്ചവടം ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാശാണ് കൊണ്ടിട്ടുള്ളത്. അവിടെ ഭരണസമിതിയൊക്കെ പാടെ അത് മുക്കിയിട്ടുള്ളത്. 5000 കൊടുത്തിട്ട് 50,000 ആക്കി മാറ്റിയതാ. പ്രധാനമന്ത്രിൻ്റെ ലോണാണ് പറഞ്ഞിട്ട് അങ്ങനെ അനവധി. പ്രസിഡന്റാണ് ഇതിൻ്റെയൊക്കെ ആള്. എല്ലാവരുടെ പോക്കറ്റിലും നല്ല പണം പോയിട്ടുണ്ട്. അറിയോ? ആരും മുണ്ടാട്ടമില്ല. ഒക്കെ പുട്ട് തിന്ന മാതിരി ഇരിക്കുക. കുഞ്ഞാലിക്കുട്ടീനെ പോയി കണ്ടു, KPA മജീദിനെ പോയി കണ്ടു. 2-3 തവണ, 3-ാമത്തെ തവണയാണ് അവരും ചോദിക്കുന്നത്
അവളോട് ആരെ അവിടെ കൊണ്ടുവിടാൻ പറഞ്ഞത്? ഇവര് ഈ കസാരയിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട്? സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനമല്ലേ. ഒരു സർക്കാരിന്റെ കടമ ചുമതല എന്താ? ജനങ്ങളെ സ്വത്തിനും മുതലും സംരക്ഷണ. അല്ലെങ്കിൽ ഇരിക്കാൻ പാടില്ല, ഇറങ്ങി പോകണം. ഇത് പറയാൻ പാടുണ്ടോ? പാവപ്പെട്ട ജനങ്ങളെ നിക്ഷേപ എല്ലാം തിന്ന് തൊടുക്കം തിന്നു ഉൾപ്പുണ്ടോ? ആലോചിച്ച് നോക്കാണ് സ്ഥിതി. എത്ര കോടി ഉറുപ്പ്യ ഇന്ന് ജനങ്ങൾ ആത്മഹത്യയുടെ വക്കില. ഈ സർക്കാരിന്റെ മുനാശയിലല്ല ജനങ്ങൾ ജീവിക്കണത്. അവരവന്റെ പണമാണത്, അത് അവർ കട്ടുന്നു ഇല്ലേ? ആരെവിടെ നടന്നത്? ഇവിടെ ഒരു ഭരണത്തിന്റെ ആവശ്യമുണ്ടോ? ഇവര് അർഹത ഉണ്ടോ ഇവർക്കൊക്കെ? ഏതാ പണം? ജനങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ്. എങ്ങനെ 1.5 കൊല്ലായി ഇത് ഇവിടെ കട്ടു നിന്നിട്ട് ഇത് നികത്തിയിട്ടില്ല. വേറൊരു വഴിയും കിട്ടാനില്ല. അപ്പൊ ഇത് കൈയിട്ട് വാരി വെക്കുക. പ്രസിഡന്റാണ് ഇതിന്റെ മുഖ്യാണി. 5000 കൊടുത്തില്ല അവൻ വാങ്ങിക്കുന്ന 50,000 എഴുതി മാറ്റിക്കണത്. എന്തു ആവാന്ന് കഴുത്തും കത്തി അവരെടുത്തല്ലേ, അവർക്ക് എന്തു ആയിക്കൂടെ? ഇത് മാന്യത ഇവർക്കൊക്കെ എന്താ അന്തസ്സാണ്? പോലീസിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് പരാതി കൊടുത്തിട്ട് കാര്യമില്ല. അതൊരു കമ്പനി അവരെ ഏൽപ്പിച്ച് അവർ തലയിൽ നിന്നത് മാറ്റിയെടുക്കാം. അവർ തലയിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ക്യാഷ് കിട്ടണമെങ്കിൽ ഇതുപോലെ കൂട്ടായ്മ ശക്തിയായി പ്രകടനം പോലും സാറ് പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ഒരു പ്രകടനം, ഒരു ഭാഗത്ത് ഉള്ളിലുണ്ടുള്ള പേപ്പേഴ്സ് കാര്യങ്ങളായിട്ട് തിരുവനന്തപുരത്തേക്ക് മറ്റും അതൊക്കെ നമ്മൾ ക്യാഷ് നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ള പൂർവ്വ വിശ്വസനാണ് ഞാനും. അത് കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് പ്രസംഗിച്ച ആള് പറഞ്ഞല്ലോ, ഈ നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും പ്രയാസങ്ങൾ നേരിടുന്നവരുടെ പൈസക്കാരുടെ കൂടെ മറ്റുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ED എന്നൊരു സംവിധാനമുണ്ട്. ഈ ED പെട്ടെന്ന് വരണമെന്ന് അങ്ങനൊന്നും വരില്ല, പോലീസ് സംവിധാനം വരില്ല. അത് വരണമെങ്കിൽ ഈ ബാങ്കിൽ ആരെല്ലാം ഇരുന്നോ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്രോഡീകരിച്ച് അതിന്റെ നിയമവശത്തിൽ ഇന്നിങ്ങനെ ആളുകളാണ് ഇവിടുന്ന് പൊട്ടിക്കൊണ്ട് കൊള്ള സംഘം അടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ചാൽ അവരടിവേര് മാറ്റും. അതാണ് നമുക്ക് നടക്കുള്ളൂ. നമ്മൾ ക്യാഷ് കിട്ടണമെങ്കിൽ ഈ കട്ടുകൊണ്ടുപോയവരുടെ അടിവേര് മാന്തണം. ഞാൻ എത്ര തവണ മിനിയാന്ന് ഞാൻ കയറി, ലാസ്റ്റ് ഞാൻ അവിടുന്ന് പറഞ്ഞത് ആ ഉക്കിൽ ഞാൻ തൂങ്ങുമെന്ന്. അത്രയും പ്രയാസത്തിലാ. മുൻപിൽ മരണം മാത്രം, മരണമല്ലാത്ത ഒന്നുമില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ട് വീട് പണി പൂർത്തിയാക്കാൻ. ഇനി എനിക്കൊന്നേ ഉള്ളൂ, ഞാൻ അതിന്റെ പേരിൽ മരണപ്പെട്ടാൽ ഈ ബാങ്കിൽ ആരൊക്കെ ഇരുന്നോ അവരാണ് അതിന്റെ ഉത്തരവാദി. ഇപ്പോഴുള്ള സെക്രട്ടറിയും അവിടെ മുൻകഴിഞ്ഞ് പൊട്ടിപ്പോയ കള്ളമാരും അവരാണ് അതിന്റെ ഉത്തരവാദിത്വം മാത്രം ഞാൻ പ്രഖ്യാപിക്കാം. എന്റെ പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള കാശ് ഈ കള്ളന്മാര് ബാങ്ക് കൊണ്ടിട്ടത് മനസ്സിലായോ? ഈ കട്ട ഈ ഒരു സ്ത്രീ വന്നിട്ടാണ് എന്റെ വീട്ടിൽ വന്നിട്ട് സംസാരിച്ചത്. നിങ്ങൾ ധൈര്യമായിട്ടിട്ടു ചേട്ടാ, ധൈര്യമായിട്ടിട്ടു. ഞാൻ എന്റെ പെൺകുട്ടികളെ 4 ആൾ മുന്നിൽ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞ് ഇവർക്കുള്ള കാശാണുള്ളത്, മനസ്സിലായോ? അപ്പൊ ഞങ്ങൾ ഈ വയസ്സന്മാരെ ഈ പ്രതികാര ശേഷി നമ്മൾ യുവാക്കൾക്കും വരട്ടെ. റോഡ് തടയാണെങ്കിൽ റോഡ് തടയാ, അല്ലെങ്കിൽ അവർ വീട്ടിൽ പോയി തരണയാണെങ്കിൽ തരണ. ഈ കാശ് കൊടുത്ത ഈ നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് അവരെ കട്ടുമുടിക്കാൻ സമ്മതിക്കാൻ പറ്റൂല. ഈ ജന്മത്തിൽ നമുക്ക് എവിടുന്ന് സമ്പാദിക്കാനാണ് നമ്മളെ കുട്ടികളെ പോറ്റാൻ? എന്റെ പോലത്തെ എത്ര കഷ്ടപ്പെട്ട ആൾക്കാർ, സ്ത്രീകളല്ല വന്നിരിക്കണേ, പ്രായമുള്ള എന്നെക്കാളും പ്രായമുള്ള. നമ്മൾ പ്രതികരിക്കണ്ടേ? ഒരു ജന്മമുള്ളൂ നമുക്ക്, മരിക്കുകയാണെങ്കിൽ മരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് കട്ടുണ്ടാക്കിയ കാശല്ല, മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ പ്രതികരിക്കണം. ഈ പ്രായത്തിൽ എനിക്കിങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ല, എന്നെക്കാളും ചെറുപ്പക്കാർ പ്രതികരിക്കണം. റോഡ് പോയിട്ട് നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ബസ് തടയാണെങ്കിൽ ബസ് തടയാ, അല്ലെങ്കിൽ ഈ കള്ളന്മാരെ വീട്ടിൽ പോയിട്ട് മറന്ന് കിടക്കുക അവർ വീട്ടിന് മുമ്പിൽ. അതിന് മുമ്പിൽ കൂടെ ചവിട്ടി കയറട്ടെ നമ്മളെ ശരീരത്തിൽ ചവിട്ടി കയറേണ്ട ഒരു വീട്ടിലേക്ക് ധൈര്യം ഇറങ്ങി എല്ലാവരും. എനിക്കത്രേ പറയാനുള്ളൂ സുഹൃത്തുക്കളെ. അപ്പൊ പല പ്രാവശ്യം ഞാൻ ഇവരെ സമീപിച്ചു. ഈ വീട് പണി നടക്കുന്ന സമയത്ത് അതിലേക്കുള്ള ഫണ്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോഴാണ് മകളുടെ വിവാഹം നിശ്ചയിക്കുന്ന ഒരു ഘട്ടം വന്നു. അതിന്റെ എൻഗേജിന്റെ സമയത്ത് എനിക്ക് എന്നോട് രാത്രി 9:30 മണി വരെ പല ദിവസങ്ങളിൽ ഞാൻ ബാങ്കിൽ ഇരുന്നിട്ടുണ്ട്. ഞാനാണ് ഇതിന്റെ തുടക്കം കുറിച്ച വ്യക്തി, ഞാനാണ്. അത് ബഹുമാനപ്പെട്ട അബ്ദുന് അറിയാമായിരിക്കും. അദ്ദേഹം ഞാനും കൂടിയാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്.
അപ്പോഴാണ് ഈ കണ്ടിരിക്കുന്ന എല്ലാവരും ഇത് ബാങ്ക് ശരിക്കും പ്രശ്നത്തിലാണെന്ന് അറിയാൻ തുടങ്ങിയത് അവിടുന്ന് നോക്കാം. അങ്ങനെ ഇവർ വന്നു 5 ലക്ഷം ഉറുപ്പ്യ നാളെ ഉച്ചയ്ക്ക് തരാം. അപ്പോ അതിന്റെ ആവശ്യത്തിലേക്ക് മോളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് എൻഗേജ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവര് പറഞ്ഞു പിറ്റേ ദിവസം 1 മണിയാകുമ്പോഴേക്കും പൈസ തരാമെന്ന് പറഞ്ഞു. ഞാൻ കാലത്ത് 9 മണിക്ക് തന്നെ ഇവിടെ വന്ന് ബാങ്കിന്റെ മുമ്പിൽ നിന്ന് ഇവര് വൈകുന്നേരം 9:10 മണിക്ക് ലീഗിന്റെ ആളുകളല്ല ഇവിടെ ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങിയില്ലെന്ന്, ഇവിടെ കിടന്ന് മരിച്ചാലും ശരിയില്ലെങ്കിൽ ഞാൻ മുകളില് ഇപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ആ ഉക്കില് ഞാൻ ഒരു കയറിടുന്നു പറഞ്ഞു. അപ്പൊ ഇവർക്ക് പേടിയായി. ഇവർ അടയ്ക്കാനും അയക്കില്ല, സെക്യൂരിറ്റിക്ക് ബാങ്ക് അടക്കാനും വയ്യ, സെക്രട്ടറിക്ക് പുറത്ത് പോകാനും വയ്യ. അങ്ങനെ ലീഗിന്റെ ഇവിടുത്തെ നേതാക്കന്മാർ വന്നിട്ട് ചർച്ച ചെയ്തിട്ടാണ് നാളെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പൈസ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പിറ്റേ ദിവസം രാത്രി 9:30 മണിക്ക് 1 ലക്ഷം രൂപയാണ് തരുന്നത് ഇവരെനിക്ക്. ആ കല്യാണം മുടങ്ങിപ്പോയി. അപ്പൊ അതേപോലെ തന്നെ ഈ വീട് പണി ഇന്ന് ഞാൻ നാട്ടുകാരുടെ കയ്യിൽ കടത്തുക. ജെയിംസ് KJ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കൺവീനർ മുഹമ്മദ് ഇദ്രീസ്, MJ ജോർജ്, ഷംസീർ ബാബു വൈലത്തൂർ, ചന്ദ്രചൂഡൻ MK, ഗോപിനാഥൻ M, വാജിദ് PA, C ഗോവിന്ദൻകുട്ടി മുതലായവർ ചടങ്ങിൽ സംസാരിച്ചു. NC അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.